ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വൈറ്റി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. ചിലപ്പം ഈ വീഡിയോ ഇതെടുത്തതിൻ്റെ പിറ്റേ ദിവസമായിരിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി താമസിച്ചിട്ടായാലും ഏകദേശം ഇപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ താമസിച്ചായാലും വന്ന് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ശനിയാഴ്ച ഇച്ചിരി വൈകിയായിരിക്കും വരുന്നത്. എന്തരായാലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വേൾഡ് പോയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല. അയൺ ഫാം ഞാൻ എപ്പോൾ എൻ്റെ ഒരു വേൾഡിൽ ഉണ്ടാക്കുമോ അപ്പം എൻ്റെ വേൾഡ് അടിച്ചു പോയിരിക്കും. ഇത് സ്ഥിരം പരിപാടിയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്കെന്തോ ബാധ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അയൺ ഫാം ഉണ്ടാക്കുക, അപ്പോൾ എൻ്റെ വേൾഡ് അടിച്ചു. എത്ര കഷ്ടപ്പെട്ടാണെന്നറിയാമോ അയൺ ഫാം ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിന് മുമ്പായിരുന്നു ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ പ്ലാനുകളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. നമുക്ക് ഒരു വില്ലേജർ ബ്രീഡർ നമുക്ക് സെറ്റാക്കി എടുക്കണം. അതുപോലെ തന്നെ അയൺ ഫാമിൻ്റെ ബാക്കി നമുക്ക് അയൺ ഫാം ഒരു ടവർ പോലത്തെ ബിൽഡാക്കണം. അങ്ങനെ ഇഷ്ടം പോലെ പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്കൊരു പോർട്ട് ടൗൺഷിപ്പ് തന്നെ അവിടെ സെറ്റ് ചെയ്തെടുക്കണം. അതൊക്കെയായിരുന്നു നമ്മളുടെ പ്ലാൻ. ഇഷ്ടം പോലെ പ്ലാനുകളുണ്ടായിരുന്നു. അതും വിത്ത് ആക്ഷൻ ആൻഡ് സ്റ്റഫ് ടെക്സ്ചർ പാക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ഒരു പ്ലാനൊക്കെ വെച്ച് അത് കിടിലം ഒരു സംഭവം ആവുമായിരുന്നു. പക്ഷേ എനിവേയ്സ്, മോജാങ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ ഇത്തവണ എൻ്റെ കൂടെ നിന്നു. നന്ദിയുണ്ട് മോജാങ്, നന്ദിയുണ്ട്. എന്താണെന്നറിയത്തില്ല, ചില അപ്ഡേറ്റുകൾ വരുമ്പം എൻ്റെ വേൾഡ് അടിച്ചു പോവും. ചില അപ്ഡേറ്റ് വരുമ്പോൾ ഒരു വിഷയമില്ല, നല്ല കിടിലമായിട്ട് കാണും. ഇപ്പോൾ ഇതെന്തിരി അത് വേറെ എന്തിനാണ്ട. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരുന്നു കുറച്ച് ദിവസം മുമ്പേ. ഞാൻ അപ്ഡേറ്റാക്കാൻ ഇത്തിരി വൈകിപ്പോയി. ഇന്നിപ്പോൾ അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്ഡേറ്റ് ചെയ്തിട്ട് ബ്രീഡർ സെറ്റാക്കാമെന്ന് പറഞ്ഞ് കയറി വേൾഡ് പോയി. സുഖമായി. നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ഇനി ലെറ്റ്സ് പ്ലേ ഒക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ഗൈസ്. അത് നിങ്ങളെ അറിയിക്കാനായിട്ടാണ് വന്നത്. അതുവരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് ചെയ്യും മല്ലയ്യ, എന്ത് ചെയ്യും? അതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും സെർവറിൽ കയറിയിട്ട് ഈ കിട്ടുന്ന ടൈമിൽ ശനി ഞായറൊക്കെ വീഡിയോ ഇടാം, അതേ നടക്കത്തുള്ളൂ. പിന്നെ MSN ഉണ്ട്. MSN വീഡിയോ ഇട്ടാലും എല്ലാവർക്കും എപ്പോഴും ട്രോൾ സീരീസിൻ്റെ തന്നെ ഒരു കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ക്രിയേറ്റീവാണത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇതാവത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡ്. അത് അടിച്ച് തൂഫാനാക്കിയപ്പോൾ നമ്മുടെ മോജാങ്ങിന് സന്തോഷമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും പോകാനുള്ളത് പോയി. ഇനി നമുക്കൊരു കിടിലൻ ലെറ്റ്സ് പ്ലേ വെക്കേഷന് തുടങ്ങണം. അപ്പം ക്രിസ്മസ് വെക്കേഷന് നമുക്ക് വേറെ കുറച്ച് കണ്ടൻറ് ഐഡിയാസൊക്കെ ചെയ്യാം. ഈ നമ്മളെ ലോങ് വെക്കേഷൻ വരുമ്പോൾ മാർച്ച് ഏപ്രിൽ ഉള്ള വെക്കേഷന് നമുക്ക് ഏപ്രിൽ മെയ് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ MC ലൈഫ് സെർവർ വരും. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ലെറ്റ്സ് പ്ലേയും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് രണ്ടും ഈ ഒരു ലെറ്റ്സ് പ്ലേ MSN ആൻഡ് MC ലൈഫ് അതൊക്കെയാണ് വെക്കേഷനിലൊക്കെ ഉള്ള പ്ലാൻ. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്ലാനുകൾ. അപ്പോൾ അതൊക്കെ ഇപ്പോഴേ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ആ ടൈമിൽ ചിലപ്പോൾ MC ലൈഫാണ് കൂടുതൽ പ്രയോറിറ്റി എങ്കിൽ ചിലപ്പം ലെറ്റ്സ് പ്ലേ നമുക്ക് ഇടാൻ സാധിച്ചെന്ന് വരത്തില്ല. എനിവേസ് നമ്മുടെ ഇന്ന് ഈ ഒരു പ്ലാൻ എന്തായാലും അടിപൊളിയായിട്ട് തൂഫാനായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇഷ്ടപ്പെടാൻ? ഇതിനകത്തൊന്നും പ്രത്യേകിച്ചില്ലായിരുന്നു, ഞാനൊരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ പുതിയതായിട്ട് എത്തിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തിട്ട് മറ്റേ ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വൈറ്റി സൈനിങ് ഓഫ്.